ആഹാ, നീ ആരാണ് മോളെ? ഞാൻ ഒരു നിസ്സഹായയായ മാനാണ്. എന്റെ കാട്ടിൽ എല്ലാവരും എന്നെ ഒരു നിർഭാഗ്യവതിയായി കാണുന്നു. നിർഭാഗ്യവതിയോ? അതെന്തുകൊണ്ടാണ്? ഞാൻ ഏത് മാനിനെ വിവാഹം ചെയ്താലും അടുത്ത ദിവസം അതിന്റെ കാല് തളർന്നു പോകുന്നു. അതുകൊണ്ട് ഇതെല്ലാം കണ്ടിട്ട് എന്നെ കാട്ടിൽ എല്ലാവരും നിർഭാഗ്യവതിയായി കണക്കാക്കുന്നു. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇത് കേട്ട് മാനമ്മയുടെ മുഖത്ത് സന്തോഷം വന്നു. അല്ല, ഇങ്ങനെയുള്ള വാർത്ത കേട്ട് താങ്കൾക്ക് എന്തിനാണ് സന്തോഷം വരുന്നത്? നീയാണ് എന്റെ മോളെ, എന്റെ മോന്റെ വധുവാകുന്നത്. താങ്കൾ എന്താണ് ഈ പറയുന്നത്? അങ്ങയുടെ മോനും എന്റെ കൂടെയുള്ള വിവാഹത്തിന് ശേഷം ശരീരത്തിന് മോശാവസ്ഥ വന്നാ പിന്നെ എന്ത് ചെയ്യും? എന്റെ മകന്റെ അവസ്ഥ ആദ്യമേ തന്നെ മോശമാണ്. നീ സ്വയം നിർഭാഗ്യവതിയായി കരുതുന്നു. ഇത് പൂർണ്ണമായും തെറ്റാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? നീ എന്റെ മോനെ വിവാഹം കഴിക്കൂ, നിനക്ക് എല്ലാം മനസ്സിലാകും.